നമസ്കാരം ശ്രീലേ. ശ്രീലേ, നമ്മുടെ ഈ ED ആക്രമണ കേസ് ഒരു വലിയ വഴിത്തിരിവിലാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അനുസരിച്ച് CPM-ൻ്റെ നേതാക്കൾ അടപടലം മുങ്ങിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട പ്രാദേശിക നേതാക്കൾ ഒന്നും മെയിൻ സ്ട്രീമിൽ കാണുന്നില്ല. കഴിഞ്ഞ ദിവസം ED-യുടെ കാറിന് ചീമുട്ട എറിഞ്ഞ മുൻ കൗൺസിലർ IP ബിനു തുടങ്ങിയ ആൾക്കാരൊക്കെ മുങ്ങിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്താണ്, ഇവരെല്ലാം പേടിച്ച് മുങ്ങിയതാണോ? എന്താ സംഭവിക്കുന്നത്? സത്യത്തിൽ പ്രശാന്ത്, ഇതൊരു ആസൂത്രിതമായ ശ്രമം തന്നെയായിരുന്നു. എന്നിട്ട് കേരള പോലീസ് പറയുന്നത് അവർക്ക് അറിയില്ലായിരുന്നു, മുൻകൂട്ടി അറിയിച്ചില്ല എന്നുള്ളതാണ്. ഏതാണ്ട് ED ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ, ഇറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് തന്നെ അങ്ങോട്ട് കുപ്പിയേറും ബഹളങ്ങളും ഒക്കെ തുടങ്ങി. പിണറായി വിജയന്റെ വീട്ടിലേക്കാണ് ഹെൽമെറ്റ് എറിഞ്ഞു, അതെ, ഹെൽമെറ്റ് എറിഞ്ഞു, കുപ്പി എറിഞ്ഞു, കല്ലെറിഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു. അതിനുശേഷം വളരെ ആസൂത്രിതമായി കൗൺസിലർമാരടക്കം മുൻ കൗൺസിലർമാർ മനസ്സിലായി ഇതൊക്കെ ആക്രമിക്കുമെന്ന് അറിയാമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും പോലീസ് ഒരു കോമൺ സെൻസ് ഉള്ള മനുഷ്യന് പോലും മനസ്സിലാവും. പിന്നെയാണ് ഒരു സാധാരണ ഒരു കോൺസ്റ്റബിൾ ലെവലിലുള്ള പോലീസുകാരന് പോലും അത് മനസ്സിലാവും. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നിൽക്കുന്ന പോലീസുകാർ ഇൻഫോം ചെയ്യേണ്ടതായിരുന്നു, കൂടുതൽ പോലീസിനെ വിളിക്കേണ്ടതായിരുന്നു. അത് വളരെ ഇന്റലിജൻസ് അപ്പുറത്താണ് പോലീസ് സ്റ്റേഷൻ ഉള്ളത്. KP ഉണ്ട്, പോലീസ് ഇവിടെ അടുത്തെല്ലാം പോലീസുകളുണ്ട്, കണ്ടോൺമെന്റ് സ്റ്റേഷനുണ്ട്, മ്യൂസിയം സ്റ്റേഷനുണ്ട്, വട്ടിയൂർക്കാവുണ്ട് വളരെ അടുത്ത് തന്നെ. ഇവിടെ എവിടുന്ന് വേണമെങ്കിലും പോലീസിനെ വിളിക്കാം. അപ്പൊ അത് യഥാർത്ഥത്തിൽ അത് ചെയ്യാതിരുന്നത് വളരെ ആസൂത്രിതമായ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു. പോലീസും നേതാക്കന്മാരും എല്ലാം ചേർന്നൊരു ആസൂത്രണം ഉണ്ടായിരുന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം നേതാക്കന്മാർ പറഞ്ഞു ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കില്ല, അതുകൊണ്ടാണ് അവിടെ വന്ന് പോലീസ് കൈകെട്ടിയിരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് മുൻ കൗൺസിലർമാർ അടക്കമുള്ളവരുടെ അഴിഞ്ഞാട്ടമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സാധാരണഗതിയിൽ ഇവർ പറഞ്ഞത് പെട്ടെന്നുണ്ടായ അപ്പോൾ ആനാവൂർ നാഗപ്പനും ജോയിയും ഒക്കെ പറഞ്ഞ് അവർക്ക് പെട്ടെന്നുണ്ടായ ഒരു വികാരപ്രകടനത്തിന്റെ പിന്നിലായിരിക്കണം എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്ന് നമുക്ക് വ്യക്തമാകും. കാരണം ഈ ചീമുട്ട എവിടുന്ന് കിട്ടി? ചീമുട്ട അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടിയോ? അപ്പൊ ചീമുട്ട IP ബിനു ഉൾപ്പെടെയുള്ളവരുടെ അവിടെ വന്നപ്പോ തന്നെ IP ബിനു അറിയാം, തീർച്ചയായിട്ടും അറിയാം. ബോംബെറിഞ്ഞ ആളാണ് IP ബിനു. വളരെ കേരളത്തിലെ ഏറ്റവും തിരുവനന്തപുരത്തെ ഗുണ്ടാ സംഘങ്ങളിൽ പെടുന്ന, സത്യത്തിൽ ഗുണ്ടാ സംഘങ്ങളിൽ പെടുത്തിയിട്ടില്ല, അത് CPM-ന് ഭരണമുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഈ ഗുണ്ടാ ആക്ടിൽ പെടുത്തിയിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ CPM-ന്റെ ഗുണ്ടാ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളാണ് IP ബിനു എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. കൗൺസിലറായിരുന്നു. ഇത്തവണ ഏതായാലും കൗൺസിലർ ആകാനുള്ള യോഗം കിട്ടിയില്ല. ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് തോന്നുന്നു. ഏതായാലും ഈ പ്രാവശ്യം അതിനുള്ള കാര്യമുണ്ടായില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഇതിന് തുടക്കം കുറിച്ചതുപോലും IP ബിനു ആണോ എന്ന് സംശയിക്കണം. കാരണം ഈ കാറിലേക്ക് ചീമൊട്ട ഓടി നടന്നെറിയുന്ന IP ബിനുവിനെ പുറകിൽ ഒരു പോലീസുകാരനെ ഓടി നടക്കുന്നുണ്ട്. പക്ഷേ ആ പോലീസുകാരൻ ഇയാളെ പിടിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി നിങ്ങൾ കാണുക. ആ ദൃശ്യങ്ങളിൽ വളരെ കൃത്യമാണ്. അപ്പോൾ ദൃശ്യം കാണുന്ന ഏതൊരു ആൾക്കാർക്കും മനസ്സിലാവും എന്താണ് ഈ ചീമുട്ട കയ്യിൽ കൊണ്ടുവന്ന് ഒന്നൊന്നായിട്ട് എറിയുകയാണ്. അപ്പോൾ അത് ആസൂത്രിതമല്ലേ? നേരത്തെ തന്നെ ചീമുട്ട കരുതിയിരുന്നു ആക്രമിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും. കാരണം 8.5 മണിക്കൂറോളം കിട്ടി. 7 മണിക്കാണ് ED ഉദ്യോഗസ്ഥർ അവിടെ എത്തിയത്. ഏതാണ്ട് 3 മണിയോടെ അടുത്ത സമയത്താണ് ED അതിരാവിലെ തന്നെ 7 മണിക്ക് എത്തി. 7 മണിക്ക് നടപടിക്രമങ്ങൾ 8:30 കഴിഞ്ഞിട്ടാണ് അവർ പുറത്തിറങ്ങുന്നത്. അപ്പൊ 8.5 മണിക്കൂറോളം സമയം ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ സമയം കൊണ്ട് പരമാവധി ആൾക്കാരെ എത്തിക്കാൻ CPM-ന് കഴിഞ്ഞിട്ടുണ്ട്. SFI നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിൽ SFI ഉണ്ടാക്കിയ പുകലും നമുക്കറിയാം. യൂണിവേഴ്സിറ്റി കോളേജിലും അതുപോലെ തന്നെ സംസ്കൃത കോളേജിലും ഒക്കെയാണ് ഇവരുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളും വടിയും ഒക്കെ സൂക്ഷിച്ചു വെച്ചേക്കുന്ന കേന്ദ്രങ്ങൾ അവിടെയാണെന്ന് നമുക്കറിയാം. ആ കേന്ദ്രങ്ങൾ മാരകായുധങ്ങളെല്ലാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും കുട്ടികൾക്ക് വരാനുള്ള സമയമുണ്ട്, പെട്ടെന്ന് എടുത്തുകൊണ്ട് വരാനുള്ള സമയമുണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ ആസൂത്രണം നടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ കൂടിയ പെട്ടെന്ന് തന്നെ അവർ ഒരു മീറ്റിംഗ് വിളിക്കുകയും എല്ലാവരും ചേരുകയും സെക്രട്ടേറിയറ്റ് മൊത്തത്തിൽ അങ്ങനെ പറയാമോ എന്ന് എനിക്കറിയില്ലെങ്കിൽ പോലും ഒരു സെക്രട്ടേറിയറ്റ് വിളിക്കുകയും പെട്ടെന്ന് തീരുമാനമെടുക്കുകയും അവിടേക്ക് ആൾക്കാരെ എത്തിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായ കാര്യമാണ്. ഈ IP ബിനു അടക്കമുള്ള, അതുപോലെ തന്നെ ആറ്റുകാലിലെ മുൻ കൗൺസിലറായിരുന്ന ഉണ്ണി എന്ന് വിളിക്കുന്ന ആറ്റുകാൽ ഉണ്ണി, ഹരി എന്നാണ് എനിക്ക് ഒറിജിനൽ പേര്, ഹരി എന്നാണെന്ന് തോന്നുന്നു. അങ്ങനെ ഉണ്ണി എന്ന് വിളിക്കപ്പെടുന്ന ആൾ, അങ്ങനെ മുൻ കൗൺസിലർമാരെല്ലാം അടക്കമുള്ളത് ഈ സംഭവത്തിൽ ആസൂത്രണത്തിന്റെ ഭാഗത്ത് നിന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് അവരാണ്. യഥാർത്ഥത്തിൽ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തുവെങ്കിലും പെട്ടെന്ന് പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ഓടിക്കയറിയത് കൊണ്ട് പോലീസുകാർ ചെന്ന് യാചിക്കേണ്ടി വന്ന് പലരെയും വിട്ടുതരാൻ. ആ സമയം കൊണ്ട് മിടുക്കന്മാരും ഇവർക്കൊക്കെ മുൻപരിചയമുള്ളവരാ.
ഈ ആറ്റുകാൽ ഉണ്ണിയാണെങ്കിലും IP ബിനു ആണെങ്കിലും പലതരത്തിലുള്ള ക്രിമിനലിസം ചെയ്ത് മുൻപരിചയമുള്ളവരായതുകൊണ്ട് അവർക്കൊക്കെ ഓടി രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അതിനിടയിൽ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവർ നിങ്ങൾ പോലീസ് ഐഡന്റിഫൈ ചെയ്ത് ആരാണെന്ന് പറയൂ എങ്കിൽ ഞങ്ങൾ പ്രതികളെ വിട്ടുതരാമെന്ന നിലപാടിലേക്ക് എടുക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ പറയൂ ഞങ്ങൾ അവിടെ കൊണ്ടുവരാം എന്നാണ്. സാധാരണക്കാർ വരുന്ന ഓഫീസാണിത്. അവിടെ ഞങ്ങൾ ആരെയും ഒളിപ്പിക്കില്ല, അതുകൊണ്ട് പോലീസ് അവിടെ കയറരുത് എന്ന് ജോയി അടക്കമുള്ളവർ IPSകാരോട് അടക്കം പറഞ്ഞു. അവസാനം ഇവർക്ക് നിവൃത്തിയില്ലാതെ കീഴടങ്ങേണ്ടി വന്നത് 1 2 അവിടെ വന്നിട്ടുള്ള കമ്മീഷണർ ഞങ്ങൾ പോവില്ല വെങ്കടേശ്വർ നല്ല ഉദ്യോഗസ്ഥനാണ്. യഥാർത്ഥത്തിൽ വെങ്കടേശ്വർ നല്ല ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം അവിടെ ഈ സംഭവം നടക്കുമ്പോൾ ഈ ED ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം നേരെ തമ്പാനൂർ സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുക്കുന്നു. എന്നിട്ട് അവർ മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. വളരെ പെട്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം DGPയെ ബന്ധപ്പെടുന്നു. എന്താണ് ഈ കാര്യത്തിൽ ആക്ഷൻ എടുത്തിരിക്കുന്നത്? ആക്രമിച്ചവരെ തീർച്ചയായിട്ടും ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല, അറസ്റ്റ് ചെയ്യണം എന്ന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്നു. അതിനെ തുടർന്നാണ് ഈ അതുവരെ 2 DCPമാരാണ് ഇവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, CPM നേതാക്കളുമായിട്ട്. അപ്പൊ ഈ DCPമാരുടെ അടുത്ത് CPM നേതാക്കൾ വല്ലാതെ മെക്കിട്ട് കയറുന്നുണ്ട്. ഇത് കേരളമാണ്, ആനയാണ്, ചേനയാണ് എന്നൊക്കെയുള്ള മട്ടിലാണ് സംസാരിക്കുന്നത്. പക്ഷേ വെങ്കടേഷ് വന്നതോടുകൂടി ഇതിന്റെ ചിത്രം അങ്ങ് മാറി. അതേസമയം നമ്മൾ ആലോചിക്കേണ്ടത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറെ ഇവിടെ എങ്ങും കണ്ടില്ല, സൗത്ത് സോൺ IG-യെ കണ്ടില്ല. നേരെ മറിച്ച് വളരെ കൃത്യമായിട്ട് വെങ്കടേഷ് വരികയും അവരോട് കാര്യം പറഞ്ഞു. ഇതാണ് സിറ്റുവേഷൻ, നിങ്ങൾ അവരെ പ്രതികളെ കൈമാറിയില്ലെങ്കിൽ പോലീസിന് ആക്ഷൻ എടുക്കേണ്ടി വരും. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. പോലീസ് ഇപ്പോൾ മാറി നിൽക്കുകയാണ്. ഇതിൽ നിന്ന് ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് വളരെ ദൂരെയാണ് പോലീസ് നിലയുറപ്പിക്കുന്നത്. പക്ഷെ ഒരു കാരണവശാലും അവരെ കിട്ടാതെ ഞങ്ങൾ പോകില്ല. അതുകൊണ്ട് മാന്യമായിട്ട് അവരെ കൈമാറിയാൽ അത് നിങ്ങൾക്ക് നല്ലത്, അല്ലാത്ത പക്ഷം അത് നിങ്ങൾക്ക് തന്നെ വലിയ ദോഷം ചെയ്യും എന്ന് അദ്ദേഹം മാന്യമായി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ CPM നേതാക്കൾക്ക് കാര്യം മനസ്സിലായി. അങ്ങനെയാണ് 5 പേരെ വിട്ടു. അവരതുകൊണ്ടാണ് 4 പേരെ ആദ്യം വിട്ടു, പിന്നെ 3 പേരെ വിട്ടു. അങ്ങനെ ആൾക്കാരെ പതുക്കെ കൈമാറി. ഇപ്പൊ ഇന്ന് രാവിലെ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെയും ഈ പറഞ്ഞ മുൻ കൗൺസിലർമാര് മുങ്ങിയിരിക്കും. അതാണ് പാളയം ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ് IP ബിനു. IP ബിനുവിന്റെ ദൃശ്യം വളരെ കൃത്യമായിട്ട് ആ വീഡിയോയിലുണ്ട്. IP ബിനു ആണ് ഈ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. 2017 BJP ഓഫീസ് ദൃശ്യമുണ്ട്. അപ്പൊ ഈ ദൃശ്യം അതിനകത്ത് ഉള്ളിടത്തോളം കാലം കൃത്യമായി തന്നെ IP ബിനുവിനെതിരെ കേസെടുക്കണം. അത് ED ഇനി കേരള പോലീസ് എടുത്തില്ലെങ്കിൽ ED ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം കേരളത്തിലെ ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് നമുക്കറിയാം. CPM-ലും ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ED ആക്രമിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ പശ്ചിമ ബംഗാളിലും CPM-ന്റെ കുറെ ആൾക്കാർ അവിടെ ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ CPM ഉള്ളിടത്തെല്ലാം അക്രമം നടക്കുന്നു എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. BJP ഒരു ഭാഗത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോഴും BJP മറ്റ് സംസ്ഥാനങ്ങളിൽ ആരുമായും ഒരു രാഷ്ട്രീയ പ്രശ്നത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ ഒരുപക്ഷെ BJP ആക്രമിക്കപ്പെടുമ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് അവർ ഒരു അക്രമത്തിന്റെ മാർഗം അണിയുന്നതെന്ന് നമുക്ക് തോന്നാം. പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ അക്രമം നടത്തുന്നുള്ളൂ, എല്ലാവരും ചെയ്യുന്ന കാര്യം അവർ മാത്രമേ BJP ചെയ്യുന്നുള്ളൂ എന്നാണ്. പക്ഷെ CPM-നെ സംബന്ധിച്ചിടത്തോളം എന്നും പ്രവർത്തനത്തിലൂടെയും അക്രമത്തിലൂടെയും മാത്രമാണ്. ഈ മമതാ ബാനർജിയുടെ കാര്യം പറഞ്ഞ പോലെ മമതാ ബാനർജിയും അങ്ങനെയാണ് അവിടെ രാഷ്ട്രീയം കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അക്രമത്തിലൂടെ രാഷ്ട്രീയം വളർത്താൻ കിട്ടി. അതാണ് കുറച്ചു കാലമേ നിലനിൽക്കുകയുള്ളൂ. ഇപ്പം തന്നെ ഈ കുട്ടികളെല്ലാം ഇപ്പം SFI-ക്കാരോ DYFI-ക്കാരോ അറസ്റ്റ് ആക്കപ്പെട്ട ആൾക്കാരുടെ അവരുടെ ഭാവി ഒരു 10 വർഷം കഴിയുമ്പോൾ അവർ തന്നെ മടുത്തിട്ട് ഇത് അവസാനിപ്പിച്ചു പോകും. അവർക്ക് തന്നെ മനസ്സിലാകും. കാരണം വലിയ ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് മാത്രമല്ല ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കേസ് കേരള പോലീസ് സാധാരണ കേരള പോലീസ് CPM-നെതിരെ എടുക്കുന്ന കേസ് പോലെയല്ല. അത് CPM-ന് ഈ പറഞ്ഞതുപോലെ പിന്നെ ഡമ്മി പ്രതികളെ കൊടുത്തും ഒന്നും ചെയ്യാൻ പറ്റില്ല, വകുപ്പുകളിൽ വെള്ളം ചേർത്തും ഒന്നും ചെയ്യാൻ പറ്റില്ല, സാക്ഷികളെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും അതൊന്നുമല്ല. ഇതൊക്കെ കൃത്യമായ വിഷ്വൽസ് ഉണ്ട്. അതുകൊണ്ട് വാർത്താ ചാനലുകളിൽ വന്ന വിഷ്വൽസ് ഉണ്ട്. ഈ എന്താ പറയാ, ഈ ഒരു കേന്ദ്ര ഏജൻസിയെ അറ്റാക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ള ഗുരുതരം. അതിൽ മിക്കവാറും എനിക്ക് തോന്നുന്നുണ്ട് കേന്ദ്ര ഏജൻസി NIA അടക്കമുള്ളവരുടെ അന്വേഷണം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. NIA ED CBI ഈ 3 പേർക്കും കിട്ടുന്ന പ്രത്യേക പരിഗണനയുണ്ട്. ഇതിനകത്ത് മറ്റൊരു വലിയ കുഴപ്പമുണ്ട് ശ്രീലെ, UAPA ചുമത്താൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും UAPA ചുമത്താനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് IP ബിനു അടക്കമുള്ളവർക്കെതിരെ കേരളത്തിലെ പോലീസ് എത്ര സംരക്ഷിച്ചു വെച്ചാലും IP ബിനു അടക്കമുള്ളവരെ എന്തായാലും ED ആക്രമിച്ചതിനെതിരെ കേസെടുക്കും. അതിലേതൊക്കെ വകുപ്പ് പ്രകാരമായിരിക്കും എന്നുള്ളത് നമുക്ക് പിന്നീട് അറിയാൻ കഴിയുകയുള്ളൂ. അപ്പൊ തൽക്കാലം ഇങ്ങനെ ഒളിവിൽ നിർത്തിക്കൊണ്ടെന്ന കാര്യമില്ല. IP ബിനുവിന്റെ കൃത്യമായ ദൃശ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു
മാറാൻ കഴിയില്ല. ഹരിയുടെയും ആറ്റുകാൽ വാർഡ് കൗൺസിലറായിരുന്ന മുൻ കൗൺസിലറായിരുന്ന ഉണ്ണിയുടെയും ഒക്കെ കൃത്യമായ ദൃശ്യങ്ങൾ അതിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കോട്ടയത്ത് നിന്ന് ഇന്ന് ഒരാളെ പിടിച്ചിട്ടുണ്ട്. അമൽ എന്ന് പറയുന്ന ഒരാളെ കോട്ടയത്ത് നിന്ന് അറസ്റ്റിലായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും കേസിൽ ഒളിവിൽ അനിശ്ചിതകാലത്തേക്ക് ഒളിവിൽ കഴിയാനൊന്നും കഴിയില്ല. അതെ അതെ അതെ, എത്ര കാലത്തേക്ക് ഒളിവിൽ കഴിയാൻ കഴിയും? ഒരു പരിധിക്ക് അപ്പുറത്ത് ഒന്നാമത് ഭരണം കയ്യിലില്ല. അതുകൊണ്ട് സംരക്ഷിക്കുന്ന കാര്യം, പോറ്റുന്ന കാര്യം വലിയ പ്രയാസമാണ്. കേസ് നടത്താൻ പ്രയാസമാണ്. അവസാനം സ്വന്തം കയ്യിൽ നിന്ന്, കാരണം CPM ഇപ്പൊ തന്നെ തകർച്ചയുടെ വക്കില. സാമ്പത്തികമായി ഇനിയും വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. ഇതുവരെ ഉണ്ടാക്കിയ സമ്പാദ്യങ്ങൾ അത് 1% പാർട്ടിക്കും കിട്ടിക്കാണുമായിരിക്കും. പക്ഷെ എങ്കിലും മുന്നോട്ട് പോകുന്തോറും CPM പ്രതിരോധത്തിലാകും. ആ സമയത്ത് നിങ്ങൾക്ക് കേസ് നടത്താൻ പൈസ തരാനൊന്നും ഇവർക്കും കഴിയില്ല. അവസാനം സ്വന്തം നിലയ്ക്ക് കേസ് നടത്തി രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഒന്നുകിൽ ശിക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോവുകയൊക്കെ ചെയ്യേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ അടുത്ത കാലത്തെങ്കിലും ഇനി രക്ഷപ്പെടാനും പോകുന്നില്ല. കാരണം കൃത്യമായ ദൃശ്യങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ കൃത്യമായ ദൃശ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. കാരണം മാധ്യമങ്ങൾ ഈ വണ്ടിയുടെയൊക്കെ ദൃശ്യം എടുത്തപ്പോഴേ വളരെ കൃത്യമായിട്ട് അവരുടെ മുഖവും ഒക്കെ അറിയുന്ന രീതിയിലാണ്. ഇത് ഈ ഡമ്മി പ്രതി ഇടാൻ പറ്റാത്ത സാഹചര്യമാണ് പലപ്പോഴും ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ തന്നെ വൈകിട്ട് അവർ വളരെ കൃത്യമായിട്ട് ഈ പ്രതികളെ, എനിക്കൊന്ന് ഈ കൗൺസിലർമാരും നേതാക്കന്മാരും ഒക്കെ ആസൂത്രണം ചെയ്ത സമരമായതുകൊണ്ട് തന്നെ പോലീസും വളരെ കരുതലോടുകൂടി ഈ അക്രമികൾക്ക് കരുതലൊരുക്കുന്ന തിരക്കിലായിരുന്നു എന്ന് തോന്നുന്നു. കാരണം മുട്ടയെറിയുന്ന IP ബിനുവിന്റെ പുറകെ ഓടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന IP ബിനുവിനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് പോലീസ് പുറകെ ഓടിയതെന്നാണ്, രക്ഷിക്കാനാണോ പോലീസ് ഓടിയത് എന്നാണ്. ഏതായാലും IP ബിനുവും കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ അടക്കമുള്ള ഈ പ്രതിഷേധം ഒരു അക്രമത്തിലേക്ക് വഴിമാറിയത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. IP ബിനുവിനെ രക്ഷിക്കാൻ പണ്ട് ഈ BJP ഓഫീസിൽ ബോംബെറിഞ്ഞ പോലൊന്നും രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്ന കാര്യമല്ല. BJP ഓഫീസിൽ അക്രമം നടത്തിയ പോലൊന്നും രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്ന കാര്യമല്ല. കേസ് തീർന്നിട്ടില്ല. പക്ഷേ കേരളത്തിലെ പോലീസാണല്ലോ, പക്ഷേ കേരളത്തിലെ പോലീസാണല്ലോ, കേരളത്തിലെ പോലീസ് ആണെങ്കിൽ അവിടെ CCTV ദൃശ്യങ്ങളാണ് വിനയായത്. അത് BJP ഓഫീസിന്റെ തൊട്ടടുത്ത വീട്ടിൽ കിട്ടിയ CCTV ദൃശ്യങ്ങൾ. അല്ലെങ്കിൽ ഇവരെങ്ങനെയെങ്കിലും ഇറേസ് ചെയ്ത് കളഞ്ഞു. അതൊന്നും ഇറേസ് ചെയ്ത് കളയാൻ പറ്റിയില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് പുറത്തു വന്നു. അത് അതിന്റെ മേൽ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ ഒന്നിനുമേൽ ഒന്നായിട്ട് കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ രാഷ്ട്രീയ കേസുകളെ പോലെ അല്ല എന്ന് IP ബിനുവിനും കൂട്ടർക്കും മനസ്സിലാക്കാൻ പോകുന്നത് ഈ കേസ് വരുമ്പോഴാണ്.